ആദ്യം ഞാൻ നമ്മുടെ മോഡലായിട്ട് ഒരെണ്ണം എടുക്കട്ടെ. ഇങ്ങോട്ട് നോക്കി, ഇതിൽ നോക്കി. നാളൊക്കെയോ പൊന്നുപോലെ നോക്കാം. ഫോട്ടോ എടുക്കാം, നമ്മുടെ ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ ഫോട്ടോ എടുക്കാം. എന്താ പേര്? ശരത്. എവിടെയാ മുറിവേറ്റ്? ഇവിടെയാണോ? രണ്ട് സൈഡും പൊട്ടിയിട്ടു. ആനയുടെ തുമ്പിക്കയ്യ ഇതോ? മുറിവ് ഉണങ്ങുന്നുണ്ടോ? അച്ഛനാണോ? എന്താ പേര്? വിജയൻ. ഇത് വല്യമ്മ. വല്യമ്മ. എന്താ പേര്? എന്ത് ബല ആരോഗ്യമാണല്ലോ. നിങ്ങളൊന്നും വരില്ല സ്ഥലത്ത്. ഇവിടെ കൈ പിടിച്ചാ അറിയാം ഉമ്മാരി പിടുത്താന്ന്. ഈ ആരോഗ്യമൊക്കെ അവിടെ ഉണ്ടാവും, ഒന്നും പേടിക്കണ്ട. എത്ര വയസ്സ്? അറിയില്ല. അമ്മ അറിയാണ്ടിരിക്കാ നല്ലത്. വെറുതെ അതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. എൻബോയ്സ് ഉണ്ടല്ലേ? അറിയില്ല, കൈ പിടിച്ചാ പറയില്ല. ആനേനെ പേടിയുണ്ടത് ആനക്ക്. എന്താ പേര്? എന്താ പേര്? മാതിരി. മാച്ചി. മാച്ചിക്ക് ആനേനെയാണോ ആനക്ക് മാച്ചീനെയാണോ പേടി? അടിപൊളി ഡ്രസ്സാണല്ലോ. മോഡലാക്കാൻ പോവാ ഞങ്ങളുടെ പോട്ടെ. ഇത് എന്റെ സ്വന്തം പേരക്കുട്ടികളൊക്കെ ഇങ്ങനെ ആനയോ ചേനയോ ഒക്കെ വരുമ്പോ ഞാൻ ജയിച്ചിട്ട് കാര്യമില്ല സാറേ. ഒന്നും പേടിക്കണ്ട, എല്ലാവരും ഉണ്ട്. അത് വയനാട്ടിൽ ഇങ്ങനെ അടുപ്പിച്ചുണ്ടാവാന്ന് പറയുന്നത് അമ്മയാണ് അല്ലേ? നമ്മള് വരുന്നത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വയനാട്. അതിന്റെ സെക്രട്ടറിയാണ് പട്ടു. എന്ത് സഹായത്തിനും വിളിക്കാം. വയനാട് ഓടിയെത്തും ഒരു പിള്ളേര് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സഹായമാണ്. പിന്നെ എല്ലാവരും സഹായിച്ചോളും. നിങ്ങളെ പറ്റാവുന്നവരൊക്കെ സഹായിക്കും. നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? കുട്ടിക്ക് എന്തേലും അവന് ഈ അവസ്ഥ ആയതുകൊണ്ട് അവനെന്തേലും മറ്റേ ബാത്റൂം പണി എന്തെങ്കിലും കിട്ടും. ഇതിന് ഭേദമായി കഴിഞ്ഞാലേ നമ്മുടെ ഇപ്പൊ ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ആദ്യത്തെ ചുളുക്ക ABT എസ്റ്റേറ്റ്. അത് നമ്മള് ബോച്ചെ 1000 ഏക്കറില് നമ്മുടെ ഈ ബോച്ചെ ടീ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാനന്തവാടിക്ക് വരാൻ പോകുന്നുണ്ട് ബ്രാഞ്ചും കാര്യങ്ങളും. ബോച്ചെ വിൻ എന്ന് പറഞ്ഞിട്ട് ബോച്ചെ ടീ എന്ന് വരുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ജോലി തരാക്കാം കേട്ടോ. അതിന് സുഖമായി വരച്ച ജോലി തരാക്കാം. ഇത് ഇവിടെ വെച്ചിട്ടുണ്ടായത് പിന്നെ ഇപ്പൊ സഹായങ്ങള് നിങ്ങളല്ലാണ്ട് പിന്നെ നമുക്ക് വേറെ ആരും വന്നില്ല. എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് സഹായം കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പലരും വിചാരം ഇവിടെ വന്നപ്പോൾ അറിയണ ആകെ 12,000 റുപ്യ കിട്ടിയിട്ടുണ്ടോന്നുള്ളത്. ഞാനും ആനയുടെ ആക്രമണത്തിൽ രക്ഷപ്പെട്ട ആളാ കുറെ മുമ്പ് നാട്ടിൽ പോയിട്ട്. അതുകൊണ്ട് എനിക്ക് അതിന്റെ ടെൻഷനും വിഷമമൊക്കെ അറിയാം. ഓടി രക്ഷപ്പെട്ടിട്ടില്ല ഇപ്പോ എന്നുള്ളതുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇതിൽ വിഷമമുണ്ട്. തീർച്ചയായിട്ടും ഇനി ഇതിന് ശേഷം വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സഹായം കിട്ടും. വിഷമിക്കണ്ട. ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു, അതില് നിങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നു. മരിച്ചാലേ കിട്ടുള്ളൂ, മരിക്കാത്തവർക്ക് കിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ കണ്ടിരുന്നു. അല്ലാതെ നമ്മളിപ്പോ പറഞ്ഞത് നമ്മുടെ കുട്ടികൾ നമ്മുടെ അതൊന്നുമില്ല. മരിച്ചാലും മരിച്ചില്ലെങ്കിൽ അതൊന്നുമില്ല. എല്ലാവരും സഹായിക്കും. നമ്മളെ കൊണ്ട് ഒരുപാട് പേര് ചേർന്ന് സഹായിക്കുമ്പോ അതാവും. നല്ല ധൈര്യമായിട്ട് പേടിക്കണ്ട.